ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണുക. നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് വിസ്മയുടെ തുടക്കം, അതിന്റെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര വർക്കായി ആൻഡ് ഇത്രയും നല്ലൊരു വലിയ സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര ഹാപ്പിയാണ്. നല്ല രസമാണ്. ആൻഡ് ലാലേട്ടൻ വരുന്ന മൊമെന്റ്, ഗൂസ്ബംപ് മൊമെന്റ്, ഇതൊരു എന്താ പറയാ അപൂർവങ്ങളായി സംഭവിക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ പറയുന്ന മാതിരി. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കൊന്നു ഇതിന്റെ സബ്ജക്ട് ഭയങ്കര റെലവെന്റാ, എക്കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. മലയാളി കുടുംബങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓയോ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലർ ആയി പോകും. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ ഗൂസ്ബംപ് മൊമെന്റ്. താങ്ക് യു. അതെ അതെ, ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. വിസ്മയ പടം കുറിച്ചോ കുറച്ചൊക്കെ അടിപൊളി. ഒന്നും ശരിയാക്കി സൗണ്ടല്ല, ഒച്ചപ്പാടില്ല. എടുക്കണ്ടേ അവർക്ക് പോകണ്ടേ? നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ പറഞ്ഞോ. സിനിമ കണ്ട് വളരെ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. നമ്മള് ഇതുപോലൊരു ചിത്രം, ലാൽ സാറിന്റെ മകൾ അഭിനയിക്കുന്ന ഒരു സിനിമ നമ്മൾ തുടക്കം മുതൽ ചൂടും ഞങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് എല്ലാം അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടാണ് കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് അതിയായ സ്നേഹവും സന്തോഷവും തരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. വീണ്ടും എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു അറിയിപ്പ് ഞാൻ പറയുകയാണ്. കാരണം എല്ലാ കാലത്തും മോഹൻലാൽ സാറിനോട് ചേർന്ന് നിന്ന മലയാളികൾ ഈ സിനിമയെ സ്വീകരിച്ച് ഇത്രയും വിജയകരമായ റിപ്പോർട്ട് കിട്ടിയത് അതിയായ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, നന്ദിയുണ്ട് എല്ലാവരും. ചേച്ചി മുന്നോട്ട് വന്നായി. ചേച്ചി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നായി. ചേച്ചി അപ്പുറം എവിടെയൊന്നും പറയാം. ചേച്ചി പറഞ്ഞു എവിടെയൊക്കെയോ കോൾ വന്നു, നല്ല റിപ്പോർട്ട്സ് ആണെന്ന്. അപ്പോൾ മായന്റെ ഓൺ ബിഹാഫ് ഓഫ് മായ എല്ലാവരോടും താങ്ക് യു. പിന്നെ ചേട്ടൻ ഇന്ന് ഇവിടെ ഇല്ല, ചേട്ടൻ ഔട്ട് ഓഫ് ദ കൺട്രി ആണ്. അപ്പം നമ്മുടെ ഫുൾ ഫാമിലി, നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവർക്കും താങ്ക് യു. മഴയൊക്കെ നിൽക്കണം, എല്ലാവരും സേഫ് ആവണമെന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് സേഫ് ഓണം. ഇനിയും കുറേ സിനിമ വരാൻ പോകുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. Hope you guys like the movie. Please watch it on theaters.
അഭിനയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ? നിങ്ങളൊക്കെ അല്ലേ നോക്കി പറയണ്ടേ? ഞാൻ ഒരു അമ്മയായതുകൊണ്ട് എനിക്ക് എന്റെ പിള്ളേർ എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടം. നിങ്ങളെല്ലാരും നോക്കി പറയണം. ഓക്കെ ആ ഓക്കെ ഞങ്ങൾ റെഡിയാണ്. സൈഡ് കുറച്ച് അങ്ങനെ ആ സൈഡ് ബ്ലോക്ക് വരൂ. ഓൺലൈൻ മീഡിയസ് കുറച്ച് പേരോട് നിങ്ങൾക്ക് തരാം. കുറച്ച് പേരോട് ബാക്കിലോട്ട് ഒരു മിനിറ്റ് അവരെടുക്കട്ടെ. കുറച്ച് ബാക്കോട്ട് അത് നമ്മുടെ ഈ ചാനലാണ് മെയിൻ ചാനലാണ്. പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ അതിന് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര വർക്കായി. ആൻഡ് ഇത്രയും നല്ലൊരു വലിയ സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര ഹാപ്പിയാണ്. വിസ്മയുടെ തുടക്കമാണ്. വിസ്മയുടെ ഫസ്റ്റ് ഡേയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇത് സ്ക്രീനിൽ എങ്ങനെയാ വരുന്നത് അല്ലെങ്കിൽ ഫൈറ്റ് എങ്ങനെയാ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ജോക്കുവിന്റെയും ഫസ്റ്റ് ആ ഒരു ഷോട്ട് ഞങ്ങൾ തമ്മിലുള്ള ഷോട്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം അവിടെ കണ്ടിരുന്നെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ അമേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ്. ആൻഡ് ലാലേട്ടൻ വരുന്ന മൊമെന്റ്, ഗൂസ്ബംപ് മൊമെന്റ്, ഇതൊരു എന്താ പറയാ അപൂർവങ്ങളായി സംഭവിക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ പറയുന്ന മാതിരി. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ബിഗിനർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും? ഇല്ല എന്നുവെച്ചാൽ ആ ഒരു ക്യാരക്ടർ എന്താണോ പറഞ്ഞു വെക്കേണ്ടത് അതുപോലെ എനിക്കൊന്നും ഇതിന്റെ സബ്ജക്ട് ഭയങ്കര റെലവെന്റാ. എക്കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാ. മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കുടുംബങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി. താങ്ക് യു. അതാ ഇതിനകത്ത് പറയാനും പറ്റത്തില്ലല്ലോ. ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് തോന്നുക ശരിക്കും ആക്ച്വലി അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് സ്പോയിലർ ആയി പോകും. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ. ഗൂസ്ബംപ് മൊമെന്റ്. താങ്ക് യു ആണ് എന്നുള്ള റീസൺ മാത്രമല്ല, അല്ലെങ്കിലും എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണുക. നല്ലൊരു മെസ്സേജ് ഉണ്ട്. സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും അഭിപ്രായം കേൾക്കുമ്പോൾ അവർ മാറിയില്ലേ? മാറി. ഭയങ്കര സന്തോഷം ബ്രോ. കാരണം നമ്മൾ സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് കുറേ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഓടി നടന്നതും കഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം. അതെ വിസ്മയുടെ തുടക്കം അതിൻ്റെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു ബ്രോ. അമ്മ സുഖം. അമ്മ വിളിച്ചിട്ടുണ്ടേ ഇപ്പോൾ. സന്തോഷം. അമ്മയെ കൊണ്ട് കാണിക്കണം സിനിമ. ഓക്കെ. കുടുംബത്തിന് ഒരു അഭിനേതാവ് വരുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ ഇത്തവണ ഇരട്ടി മധുരമായിട്ട് നിൽക്കുന്നത് 2 മക്കളും സിനിമയിലേക്ക് തുടങ്ങുന്നിരിക്കുകയാണ്. അതെ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ താങ്ക് യു. സ്വപ്നം കാണാൻ മാത്രം കരുതിയിരുന്നതാണ്. അതൊക്കെ ഇപ്പം യാഥാർത്ഥ്യം വലിയ സന്തോഷമുണ്ട്. നല്ല അഭിപ്രായം എല്ലായിടത്തും കേൾക്കുന്നു. എല്ലാവരും വിളിക്കുന്നുണ്ട്.
വിസ്മയ മോഹൻലാലിനൊക്കെ എങ്ങനെയുണ്ടാവും ചെയ്യേണ്ട രീതി? അത് ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ എല്ലാവരും കണ്ടില്ലേ കേട്ടോ, ഭയങ്കര നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രസൻസ് ആണ് ഈ പടത്തിലുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അവർ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യാൻ, ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ചേട്ടാ ഇപ്പൊ ചേട്ടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ലക്കി കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ലാലേട്ടനൊപ്പം മനസ്സിലായി ഹിറ്റ്, പ്രണവിന്റെ ഒപ്പം ഹിറ്റ്, ഇപ്പൊ വിസ്മയുടെ ഒപ്പം ഹിറ്റ്. എന്താ പറയാനാ, നമ്മള് സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുന്നു, അത് ഹിറ്റാവും എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അത് ഹിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് അതെ. ശരിക്കും ഒരു കുടുംബത്തിലെ 2 ജനറേഷനിലെ 3 പേരുമായിട്ട് മലയാള സിനിമയുടെ 2 ജനറേഷൻസുമായിട്ടാണ് അത് നല്ല ഹിറ്റുകൾ അഭിനയിച്ച് നല്ല റോളുകൾ ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് ഇട്ടൊരു മൊമെന്റ് ഏതായിരിക്കും? ഇത് ഹൈ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇവരോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നതിനാണ്, ഇവരുടെയൊക്കെ ആ അഭിനയം കണ്ട് നിൽക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഹൈ. നമ്മൾ കണ്ട് അതൊക്കെ കണ്ടല്ലേ നമ്മൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതിന് ഇവരുടെയൊക്കെ ഇപ്പം ലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ആയാലും ഇതൊക്കെ കണ്ടാണല്ലോ നമ്മൾ അഭിനയിക്കുക. അപ്പോൾ അവരോടൊപ്പം ഒക്കെ ഉള്ള അഭിനയിക്കുമ്പോൾ കിട്ടുന്ന വിജയങ്ങൾ നമുക്ക് ഏറ്റവും അത്രയും ഹൈ തന്നെയാണ്. ഓക്കെ. അനന്തു ഫ്രണ്ടിൽ മാറോ? അതില്